മുഖത്തെ കറുത്ത പാടുകളും ടാനും കാരണം വിഷമിക്കാറുണ്ടോ? വീട്ടിൽ തന്നെ ലഭിക്കുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ചർമ്മം കൂടുതൽ തിളക്കമുള്ളതും ഫ്രഷുമായി തോന്നാൻ സഹായിച്ചേക്കാം. എങ്ങനെ തയ്യാറാക്കാം, എങ്ങനെ ഉപയോഗിക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടത് 4 ചേരുവകൾ മാത്രം. ആദ്യത്തേത് രക്തചന്ദനത്തിന് പൊടി, ആവശ്യത്തിന് പാൽ അല്ലെങ്കിൽ തേൻ, 1 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഗുലാബറിയുടെ റോസ്മേരി വാട്ടർ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു വൃത്തിയുള്ള ബൗൾ എടുക്കുക. തീരെ നനവുണ്ടാവാൻ പാടില്ല കേട്ടോ അതിലേക്ക് 2 ടീസ്പൂൺ രക്തചന്ദനപ്പൊടിയും 1 ടീസ്പൂൺ കടലമാവും ചേർക്കുക. ശേഷം 1 ടീസ്പൂൺ റോസ് വാട്ടറും ഒഴിക്കുക. ഇനി കുറച്ച് പാൽ അല്ലെങ്കിൽ ആവശ്യത്തിന് തേൻ ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലായി നന്നായി മിക്സ് ചെയ്യുക. വളരെ കട്ടിയോ വളരെ നേർത്തതോ ആവരുത്. മുഖത്തിന് എളുപ്പത്തിൽ പുരട്ടാൻ കഴിയുന്ന കൺസിസ്റ്റൻസി മതിയാവും. രക്തചന്ദനം പരമ്പരാഗതമായി ചർമ്മ സംരക്ഷണത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ചേരുവയാണ്. ഇത് ചർമ്മത്തെ തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്നു. കടലമാവ് ചർമ്മത്തിലെ അധിക എണ്ണയും അഴുക്കും നീക്കം ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ പല ഹോം ഫേസ് പാക്കുകളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. റോസ് വാട്ടർ ചർമ്മത്തിന് തണുപ്പ് നൽകാനും ഫ്രഷ് ഫീൽ നൽകാനും സഹായിക്കും. പാല് അല്ലെങ്കിൽ തേൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ പാക്ക് നന്നായി മിക്സ് ചെയ്യാനും ചർമ്മം മൃദുവായി തോന്നാനും സഹായിക്കും. പിന്നീട് ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മുഖം കൂടുതൽ ഫ്രഷും ക്ലീനുമായി തോന്നാം. ചർമ്മത്തിലെ അധിക എണ്ണ കുറയ്ക്കാനും ടാൻ കുറവായി കാണാനും സഹായിച്ചേക്കാം. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട വിധം പറഞ്ഞു തരാം. ഞാനിത് ആദ്യം നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അതിനാദ്യം ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ച് കൈ നന്നായി തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ശേഷമാണ് ഞാൻ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുഖം ആദ്യം ഒരു മൈൽഡ് ഫേസ് വാഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. ശേഷം ഈ പേസ്റ്റ് കണ്ണിൻ്റെയും ചുണ്ടിൻ്റെയും ഭാഗം ഒഴിവാക്കി മുഖത്തും കഴുത്തിലും ഒരേ രീതിയിൽ പുരട്ടുക. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യുക. തീരെ കട്ടിയൊന്നുമില്ലാത്ത രീതിയിലാണ് ഈ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കേണ്ടത്. നിങ്ങളുടെ ചർമ്മം ഏത് തരമാണെന്നനുസരിച്ച് വേണം പാക്ക് തയ്യാറാക്കാനുള്ള ചേരുവകൾ തീരുമാനിക്കാൻ. ഉദാഹരണത്തിന്, എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് ഉപയോഗിക്കുന്ന ചേരുവകൾ വരണ്ട ചർമ്മമുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇത് ചിലപ്പോൾ മുഖം കൂടുതൽ വരണ്ടതാക്കി മാറ്റും. 15 മുതൽ 20 മിനിറ്റ് വരെ ഉണങ്ങാൻ വിടുക. ചില ചേരുവകൾ ചർമ്മത്തിന് അലർജി ഉണ്ടാക്കാൻ ഇടയുണ്ട്. അതിനാൽ ഓരോ ഫേസ് പാക്കും മുഖത്തിൽ ഇടുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പൂർണ്ണമായി ഉണങ്ങിയ ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മൃദുവായി കഴുകിക്കളയുക. കടകളിൽ നിന്ന് വാങ്ങുന്ന പല ഫേസ് പാക്കുകളിലും കൃത്രിമ വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ ദോഷം വരുത്തും. അതിനാൽ ഇവ വാങ്ങുമ്പോൾ ചർമ്മത്തിന് സുഖകരമല്ലാത്ത ചേരുവകൾ അതിലുണ്ടോ എന്ന് നോക്കി വാങ്ങുന്നതാണ് നല്ലത്. ഇതല്ലെങ്കിൽ ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. ഇതുപോലെ ഓരോ ചർമ്മത്തിനും ചേരുന്ന തരം ഫേസ് പാക്ക് നോക്കി വാങ്ങണം. ആദ്യ പ്രയോഗത്തിൽ തന്നെ അസ്വസ്ഥത ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഓരോ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോഴും അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക. പാക്ക് നന്നായി കഴുകിക്കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക. ഈ പാക്ക് ആഴ്ചയിൽ 1-2 തവണ ഉപയോഗിച്ചാൽ മതിയാകും.